ടു ലെജൻസ്. നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട്. നമുക്ക് ഇന്നത്തെ ഡിസൈൻ വരുന്ന ഇതാട്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വിചിത്രയാൻ തോന്നിക്കുന്നില്ല, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. പക്ഷെ ശരിക്കും വിചിത്രയെക്കാളും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് സെമി സിൽക്കിൽ തന്നെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ. ആ ഒരു വിചിത്രയുടെ സെയിം കളേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അത്ര നല്ല ഡാർക്കറായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. പക്ഷെ മെറ്റീരിയൽ ചെറിയ വേരിയേഷൻ ഉണ്ട്, ഒരു ഇത്തിരി കൂടെ ഭംഗി കൂടുതലുണ്ട്. നല്ല ആട്ടോ കാണാൻ. ഇതിൻ്റെ അകത്ത് വിചിത്ര പോലെ തന്നെ ഇരിക്കുന്ന ചെറിയൊരു വേരിയേഷൻ ഉള്ളതാണ് എടുത്ത് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡാട്ടോ, നല്ല ഭംഗിയത് കാണാനായിട്ട്. ഫ്രണ്ട് പോർഷനിലെ ഡിസൈനും ഭയങ്കര ഭംഗിയാണ്. കാരണം ആ ഒരു ത്രെഡ് വർക്കിന്റെ എടുപ്പ് നല്ല തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. ഒരു പിങ്ക് മെറൂൺ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോമ്പിനേഷനിലാണ് ഫ്രണ്ടിൽ വർക്ക് വരുന്നത്. ഇതുപോലെ ഫ്രണ്ടിൽ മാത്രമായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയത്തില്ല. തയ്ച്ചിട്ടാൽ ഭയങ്കര നമുക്ക് പെട്ടെന്ന് നമുക്കൊരു ഇഷ്ടപ്പെടുന്ന സൈസ് മോഡലാട്ടോ. പിന്നെ ദുപ്പട്ടയ്ക്കകത്താണെങ്കിലും ആ സെയിം വർക്ക് പോയിട്ടുണ്ട്. അത്യാവശ്യം കട്ട് വർക്കിന്റെ പാറ്റേണിലാണ് ആ ഒരു ഡിസൈൻ പോയിരിക്കുന്നത്. ചെറിയ സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് നമ്പർ വരുന്നത് G104, റേറ്റ് 1190, 1190. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് വൈൻ്റെ ഷെയ്ഡാണ്. ഇതിന്റെ വൺ സൈഡിലെ ഡിസൈനും കാണാൻ നല്ല ഭംഗിയാട്ടോ, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട് കാണിച്ചത്. ഒരു സൈഡിൽ നല്ല തിക്കായിട്ടുള്ള വർക്കുണ്ട്, മറ്റേ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും ആ ഒരു ലൈറ്റ് പിങ്ക് വെച്ചിട്ടുള്ള ഡിസൈനാണ് പോയിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ വിചിത്രയെക്കാളും ചെറിയൊരു വേരിയേഷൻ ഉള്ള സൈസ് മെറ്റീരിയലാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ ബോട്ടം വരുന്നത് എല്ലാത്തിലും സെയിം തന്നെയാണ്, സാറ്റിൻ സിൽക്കിന്റെ സെയിം കളർ. ഇതിന് നമ്പർ വരുന്നത് G106, റേറ്റ് 1190. മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഒരു ബ്ലൂവിന്റെ ഷെയ്ഡാട്ടോ. നേവി ബ്ലൂ അല്ല, ടീൽ ബ്ലൂവിനേക്കാളും കുറച്ച് നല്ലൊരു ഷെയ്ഡ്. ഇതിൻ്റെ അകത്തും സെയിം തന്നെ എല്ലാം ഡാർക്ക് ആ ഒരു കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത്. സെയിം രീതിയിൽ തന്നെ മൾട്ടി കളർ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു പേപ്പർ ഇരിക്കുന്നതുകൊണ്ടാട്ടോ അത്യാവശ്യം നമുക്ക് വിചിത്ര പോലെ തന്നെ ഏകദേശം വരുന്ന ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. ദുപ്പട്ട സെയിം തന്നെ. വൺ സൈഡിൽ നല്ല തിക്കായിട്ടുള്ള വർക്ക്, ഓപ്പോസിറ്റ് സൈഡിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ G105, റേറ്റ് 1190. ഇത് 4 ഷെയ്ഡ്സേ ഉള്ളൂ. ഡാർക്കർ ആയിട്ടുള്ള അടുത്ത നാലാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് മെറൂണിന്റെ ഷെയ്ഡാട്ടോ. നല്ല ഭംഗിയുള്ള മെറൂൺ കളർ. ഇതിന്റെ 4 ഷെയ്ഡ്സിനെയും നമുക്ക് ആ ഒരു വിചിത്രയ്ക്കകത്ത് വരുന്ന പോലെ തന്നെയുള്ള അത്രയും നല്ല ബ്ലൂമിങ് കളേഴ്സിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. നമുക്ക് സാധാരണ വരുന്ന സെമി സിൽക്കിൽ വരുന്ന കളേഴ്സിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും നമുക്ക് വിചിത്രയ്ക്കകത്തും ഇങ്ങനത്തെ ഈ ഒരു മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ആ കളേഴ്സിനെ പറ്റി അത്ര അങ്ങോട്ട് എടുത്ത് പറയുന്നത്. ഇത് ആ ഒരു മെറൂണിന്റെ എല്ലാവർക്കും ചേരുന്ന കളർ തന്നെയാട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു വർക്കൂടെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു മുഖത്തിന് നിറക്കുറോ അങ്ങനെ തോന്നിക്കത്തില്ല. എല്ലാം നല്ല ഷെയ്ഡ്സ് ആയിട്ട് തന്നെ നിൽക്കും. എന്നാൽ എല്ലാ കളേഴ്സും എല്ലാവർക്കും യൂസ് ചെയ്യാനും പറ്റും ഇതുപോലൊരു മൾട്ടി കളർ ത്രെഡ് വർക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയുടെ ആ സെയിം തന്നെ കോമ്പിനേഷനിൽ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള വർക്കാട്ടോ. ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിൻ്റെതായ എടുപ്പ് എന്തായാലും ഉണ്ട്. ഇതിന്റെ നമ്പർ G107, റേറ്റ് 1190, 1190.